സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി പ്രൗഢമായ യശസ് ഉയർത്തിപ്പിടിക്കാൻ ഈ ഉമ്മത്തിന് സേവനം ചെയ്ത മഹാൻ. ഒരിക്കലും ചിരിക്കാതെ നടന്നപ്പോൾ ആളുകൾ ചോദിച്ചു, മാലക്, മഹാനായ സലാഹുദ്ദീൻ അൽ അയ്യൂബി അൽ ഖുർദി റഹ്മത്തുള്ളാഹി അലൈഹിയോട് നിങ്ങൾ എന്താ ചിരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ സലാഹുദ്ദീൻ അയ്യൂബിയുടെ മറുപടി, വകൈഫ, ഞാൻ എങ്ങനെ ചിരിക്കാനാണ്, വൽ ഖുദ്സു ഫീ ഐദിൽ യഹൂദ്, മസ്ജിദുൽ അഖ്സ ജൂതന്മാരുടെ കൈകളിലല്ലേ, ഞാൻ എങ്ങനെ ചിരിക്കാനാണ്, അല്ലാഹുവിന്റെ ഖിബലയായിരുന്ന, നമ്മുടെ ആദ്യത്തെ ഖിബലയായിരുന്ന അൽ മസ്ജിദുൽ അഖ്സ ശത്രുക്കളുടെ കൈകളിലല്ലേ, അത് മോചിപ്പിക്കപ്പെടാതെ ഞാൻ എങ്ങനെ ചിരിക്കും എന്ന് പറഞ്ഞ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. മസ്ജിദുൽ അഖ്സയുടെ മോചനം, കുരിശി യോദ്ധാക്കന്മാർക്കെതിരെ നടന്ന കുരിശി യുദ്ധത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി വിജയം വരിക്കുകയും അന്നത്തെ ആദ്യത്തെ ഖുതുബയിൽ അവിടുത്തെ ഇമാം മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയെ പുകഴ്ത്തിയിട്ടൊരു പാട്ടുപാടുകയുണ്ടായി. തിൽക്കൽ മകാരിമു ലാ ഖുബാനു മിൻ ലബനിൻ വഹാകദ സൈഫു ലാ സൈഫു ഇബ്നു ദി യസനി. അഭിമാനം എന്നത് ഇതാണ്, ധീരത എന്നത് ജാഹിലിക്കാരനായ സൈഫ് ഇബ്നു ദി യസന്റേതല്ല, ധീരത എന്നത് സലാഹുദ്ദീൻ അയ്യൂബിയുടേതാണ്. ആ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭാര്യ രാത്രി നേരത്ത് തന്റെ കൊട്ടാരത്തിൽ ആ മഹദി പേടിച്ച് വിറച്ച് സുബഹി നിസ്കാരത്തിന് നേരമായപ്പോൾ എണീറ്റപ്പോ പേടിക്കുകയും അട്ടഹസിക്കുകയും ചെയ്തപ്പോ ആളുകൾ ചോദിച്ചു രാജ്ഞിയോട്, എന്താ നിങ്ങൾ ഈ ഒച്ച വെക്കുന്നത്, എന്തുപറ്റി, കൊട്ടാരത്തിൽ ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കാൻ കടന്നു വന്നോ, എന്തിനായി കരയുന്നത്, എന്തിനാണ് ഈ വാവിട്ട് കരയുന്നത്, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭാര്യ മഹദി കൊടുത്ത മറുപടി, ഫാതത്നി അല്ലൈല വിർദി, എല്ലാ രാത്രിയിലും ഞാൻ അല്ലാഹുവിനെ ചൊല്ലുന്ന ദിക്റും എന്റെ നിസ്കാരവും എന്റെ ഖുർആനും ഇന്നലെ രാത്രി ഉറക്കച്ചടവ് കൊണ്ട് എനിക്ക് നിർവഹിക്കാൻ കഴിയാതെ പോയി, സുബ്ഹിയായി പോയല്ലോ, എന്റെ രാത്രി എനിക്ക് നഷ്ടമായി പോയല്ലോ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ ഒരു രാജ്ഞി തുല്യം നമ്മൾ മനസ്സിലാക്കുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭാര്യ. സുബ്ഹാനല്ലാഹ്. ഇവരാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും പ്രൗഢമായ പാരമ്പര്യത്തിന്റെ ശില്പികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാമില്ലായിരുന്നുവെങ്കിൽ മുഅ്മിനെ നമുക്കൊന്നും ലോകത്ത് പുല്ലുവില ഉണ്ടാകുമായിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അതാ പറയുന്നത്, മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടി കടന്നു പോകുമ്പോ ആളുകൾ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്, ഉമറേ, നിങ്ങളുടെ കാലിൽ ചെളിയുടെ അടയാളമുണ്ട്, നിങ്ങളുടെ വസ്ത്രത്തിൽ 10-20 തുന്നുകളുണ്ട്, നിങ്ങൾ ക്രിസ്തീയ പുരോഹിതന്മാരിൽ നിന്ന് മസ്ജിദുൽ അഖ്സയുടെ താക്കോല് വാങ്ങിക്കാൻ പോവല്ലേ, ആ ഡ്രസ്സൊന്ന് മാറ്റിക്കൂടെ, ഞങ്ങൾ നിങ്ങൾക്കൊരു കോട്ട് കൊണ്ടുവന്ന് തരട്ടെ, നിങ്ങൾക്ക്